പ്രിയപ്പെട്ട അധ്യാപകരെ, മനഃശാസ്ത്രത്തിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മനഃശാസ്ത്രത്തിൻ്റെ വിവിധ നിർവചനങ്ങളെക്കുറിച്ചാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വിഷയമാണ് മനഃശാസ്ത്രം. അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്ത നിർവചനങ്ങൾ മനഃശാസ്ത്രത്തിന് ഉണ്ടായിട്ടുണ്ട്. കേട്ടറ്റ് എക്സാമിനും ഇത്തരം നിർവചനങ്ങൾ ചോദിക്കാറുണ്ട്. അവ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്താണ് സൈക്കോളജി? സൈക്കോളജി എന്ന് പറഞ്ഞാൽ സൈക്കെ ആൻഡ് ലോഗോസ് എന്ന രണ്ട് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സൈക്കോളജി എന്ന വാക്കുണ്ടായിട്ടുള്ളത്. സൈക്കെ എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്നും ലോഗോസ് മീൻ സ്റ്റഡി ഓഫ് അഥവാ ശാസ്ത്രമെന്നും. എന്നാൽ അതായത് സൈക്കോളജി എന്ന ഗ്രീക്ക് ഭാഷയുടെ അർത്ഥം ആത്മാവിൻ്റെ ശാസ്ത്രം എന്നാണ്. മനഃശാസ്ത്രത്തിന് ആദ്യമായി നിർവചനം മുന്നോട്ട് വെച്ചത് ഗ്രീക്ക് തത്വചിന്തകരായ അരിസ്റ്റോട്ടിലും പ്ലാറ്റോയുമാണ്. ഇവർ പറഞ്ഞത് മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് ആത്മാവിൻ്റെ ശാസ്ത്രമെന്നാണ്. അപ്പം മനഃശാസ്ത്രം അഥവാ സൈക്കോളജി എന്ന പദം ഗ്രീക്ക് ഭാഷയിലെ സൈക്കെ ആൻഡ് ലോഗോസ് എന്ന രണ്ട് പദത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. സൈക്കെ എന്ന് പറഞ്ഞാൽ ആത്മാവ്, ലോഗോസ് എന്താണല്ലോ ശാസ്ത്രം എന്നാണ്. അഥവാ സൈക്കോളജി എന്നാൽ ആത്മാവിൻ്റെ ശാസ്ത്രം. എന്നാൽ ആത്മാവ് എന്താണ് എന്ന് നിർവചിക്കാൻ ഇത് സാധ്യമായില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു നിർവചനം തള്ളപ്പെട്ടു. പിന്നീട് മറ്റ് നിർവചനങ്ങൾ വരികയാണ്. മറ്റൊരു നിർവചനമാണ് മനഃശാസ്ത്രം എന്നാൽ അത് മനസ്സിൻ്റെ ശാസ്ത്രമെന്നാണ്. ഈ ഒരു വാദം മുന്നോട്ട് വെച്ചത് ജർമ്മൻ ദാർശനികനായ കാൻ്റ് ആണ്. കാൻ്റിൻ്റെ നിർവചനം എന്താണ്? മനസ്സിൻ്റെ ശാസ്ത്രം. അപ്പോൾ ആദ്യം പറഞ്ഞു മനഃശാസ്ത്രം ആത്മാവിൻ്റെ ശാസ്ത്രമാണ്. പിന്നീട് പറഞ്ഞു മനഃശാസ്ത്രം മനസ്സിൻ്റെ ശാസ്ത്രമാണ്. ഈ ഒരു വാദം മുന്നോട്ട് വെച്ചത് കാൻ്റ് ആണ്. അടുത്തത് മനഃശാസ്ത്രം ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രമാണ്. ഈ വാദം മുന്നോട്ട് വെച്ചത് വില്യം വൂണ്ടും വില്യം ജെയിംസും. മനഃശാസ്ത്രം ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാ? വില്യം വൂണ്ടും വില്യം ജെയിംസും. അപ്പോൾ ആദ്യം പറഞ്ഞത് ആത്മാവിൻ്റെ ശാസ്ത്രം അരിസ്റ്റോട്ടിലും പ്ലാറ്റോയും. പിന്നെ പറഞ്ഞത് മനസ്സിൻ്റെ ശാസ്ത്രമെന്നാണ്, അത് കാൻ്റ്. പിന്നെ മനഃശാസ്ത്രത്തിനെ ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രമെന്ന് നിർവചിച്ചു. ആരൊക്കെ? വില്യം ജെയിംസും വില്യം വൂണ്ടും. പിന്നീട് ഈ ഒരു വാദത്തിൻ്റെയൊക്കെ പ്രശ്നം എന്താ? ആത്മാവ് അല്ലെങ്കിൽ മനസ്സ് അല്ലെങ്കിൽ ബോധമണ്ഡലം ഇതൊന്നും ഒരാൾക്ക് നിരീക്ഷിക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ നേരിട്ട് ഒബ്സർവബിൾ ആയിട്ടുള്ള കാര്യമല്ല. പിന്നീട് വന്നൊരു വാദമാണ് വ്യവഹാരത്തിൻ്റെ ശാസ്ത്രം. മനുഷ്യൻ്റെ വ്യവഹാരങ്ങളെ, പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു ശാസ്ത്രശാഖയാണ് മനഃശാസ്ത്രം എന്നൊരു നിർവചനം വെച്ചു. ഇത് നിരീക്ഷിക്കാവുന്നത് ആയതുകൊണ്ട് തന്നെ ഇത് ലോകത്ത് വളരെയധികം സ്വീകാര്യത നേടുകയുണ്ടായി. ഈ ഒരു വാദം ആദ്യമായി മുന്നോട്ട് വെച്ചത് പിൽസ്ബറി എന്നൊരു ശാസ്ത്രജ്ഞനാണ്. എന്നാൽ നമ്മുടെ ഇവിടെ ഓർത്തു വെക്കേണ്ടത്, കേട്ടറ്റ് എക്സാമിന് നമ്മൾ നിർബന്ധമായി പഠിച്ചു വെക്കേണ്ടത് JB വാട്സൺ എന്ന അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ്. അതായത് വ്യവഹാര മനഃശാസ്ത്രം കൂടുതൽ പ്രചാരം നൽകിയത് JB വാട്സൺ ആണ്. കേട്ടറ്റിന് പ്രീവിയസ് ഇയറിൽ പലതവണ ചോദിച്ചൊരു ചോദ്യമാണ് വ്യവഹാര മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും JB വാട്സൺ ആണ്. JB വാട്സൺ. അപ്പം മനഃശാസ്ത്രത്തിന് വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത നിർവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യം ആത്മാവിൻ്റെ ശാസ്ത്രമെന്ന് പറഞ്ഞു അരിസ്റ്റോട്ടിലും പ്ലാറ്റോയും. പിന്നീട് മനസ്സിൻ്റെ ശാസ്ത്രമെന്ന് പറഞ്ഞു അത് കാൻ്റ്. ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രമെന്ന് വില്യം ജെയിംസും വില്യം വൂണ്ടും. പിന്നീട് വ്യവഹാര ശാസ്ത്രം എന്ന വാദം മുന്നോട്ട് വന്നു. അതിൻ്റെ പിതാവ് JB വാട്സൺ. ഇനി ഒരു നിർവചനം കാണാം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടിയാണ്. മനഃശാസ്ത്രം വ്യവഹാരത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ശാസ്ത്രമാണ്. മനഃശാസ്ത്രം വ്യവഹാരത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ശാസ്ത്രമാണ് എന്ന് പറഞ്ഞതാരാ? അത് സ്കിന്നറാണ്. മനഃശാസ്ത്രം വ്യവഹാരത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ശാസ്ത്രം എന്ന് പറഞ്ഞത് സ്കിന്നർ. ഇനി 3 പോയിന്റ് ഇങ്ങനെ കാണാതെ തന്നെ പഠിക്കണം കേട്ടോ. മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് വില്യം വൂണ്ട്. ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് തൊണ്ടേക്ക്. ഒന്നുകൂടെ, മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് ചോദിച്ച വില്യം വൂണ്ട്. എന്നാൽ ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡ്. എന്നാൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ പിതാവോ? അത് എഡ്വാർഡ് ലീ തൊണ്ടേക്കാണ്. വില്യം വൂണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഘടനാവാദത്തിൻ്റെ പിതാവ് ആരാണ്? വില്യം വൂണ്ട്. ലോകത്ത് ആദ്യമായി മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചതാരാ? വില്യം വൂണ്ട്. മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാ? അതും വില്യം വൂണ്ട്. ഇനി അടുത്തതിലേക്ക് പോകാം. ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സൈക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ്?
സൈക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് റുഡോൾഫ് ഗോഗേൽ. സൈക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് റുഡോൾഫ് ഗോഗേൽ. അടുത്ത ക്വസ്റ്റ്യൻ, മനഃശാസ്ത്രം ആത്മാവിൻ്റെ ശാസ്ത്രമെന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? മനഃശാസ്ത്രം ആത്മാവിൻ്റെ ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് രണ്ടാൾക്കാരുണ്ട്, അരിസ്റ്റോട്ടിലും പ്ലാറ്റോയും. ഓപ്ഷനിൽ ഒരാൾ മാത്രമേ തരുള്ളൂ. ഇവിടെ ഉത്തരം അരിസ്റ്റോട്ടിൽ, ഓപ്ഷൻ ബി. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാന്റ് മനഃശാസ്ത്രത്തിന് കൊടുത്ത നിർവചനം ഏതാണ്? കാന്റിന് കൊടുത്ത നിർവചനം ഏതാ? മനസ്സിൻ്റെ ശാസ്ത്രം എന്നാണ്. മനസ്സിൻ്റെ ശാസ്ത്രം. ഫോർത്ത് ക്വസ്റ്റ്യൻ, മനഃശാസ്ത്രം ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? മനഃശാസ്ത്രം ബോധമണ്ഡലത്തിൻ്റെ ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് രണ്ടാളുകളുണ്ട്, വില്യം വൂണ്ടും വില്യം ജെയിംസും. ഇവിടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് വില്യം വൂണ്ടാണ്. ഏതെങ്കിലും ഒന്നേ ഓപ്ഷനിൽ തരുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, വ്യവഹാര മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഓപ്ഷൻ എയിലത് പിൽസ്ബറി ഉണ്ട്, പക്ഷേ അതല്ല ഉത്തരം. ഈ വ്യവഹാര മനഃശാസ്ത്രത്തിന് കൂടുതൽ പ്രചാരം നൽകിയ JB വാട്സൺ ആണ് വ്യവഹാര മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി, വ്യവഹാര മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് JB വാട്സൺ. സിക്സ്ത് ക്വസ്റ്റ്യൻ, മനഃശാസ്ത്രം മനുഷ്യ വ്യവഹാരങ്ങളുടെ പഠനമാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാ? അത് പിൽസ്ബറി എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റാണ്, അല്ലെങ്കിൽ തത്വശാസ്ത്രജ്ഞനാണ്. മനഃശാസ്ത്രം മനുഷ്യ വ്യവഹാരങ്ങളുടെ പഠനമാണ് എന്ന് പറഞ്ഞത് പിൽസ്ബറി. സെവൻത്ത് ക്വസ്റ്റ്യൻ, ആദ്യം മനഃശാസ്ത്രത്തിന് അതിൻ്റെ ആത്മാവ് നഷ്ടമായി, പിന്നീട് അതിന് മനസ്സ് നഷ്ടമായി, പിന്നീട് ഇതിന് ബോധം നഷ്ടപ്പെട്ടു, ഇപ്പോഴും അതിന് ഏതോ തരത്തിലുള്ള വ്യവഹാരമുണ്ട്. നമ്മളിങ്ങനെ ഓരോ നിർവചനങ്ങൾ പഠിച്ചില്ലേ, അതിൻ്റെ ഒരു ക്രമത്തിലാണ് ഈ ഒരു വാക്ക് തന്നിട്ടുള്ളത്. ആദ്യം ആത്മാവ് നഷ്ടമായി, പിന്നീട് അതിന് മനസ്സ് നഷ്ടമായി, പിന്നീട് അതിന് ബോധമണ്ഡലം, അതാ ബോധം നഷ്ടപ്പെട്ടു, ഇപ്പോൾ ഒരു വ്യവഹാരമുണ്ട്. ഈ ഒരു വാക്ക് പറഞ്ഞതാരാണ്? ഈ ഒരു നിർവചനം പറഞ്ഞതാരാണ്? അതിൻ്റെ ഉത്തരം R.S. വുഡ്വർത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, സൈക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം വൂണ്ടാണ്. ഓപ്ഷൻ ബി, മനഃശാസ്ത്രം ആത്മാവിൻ്റെ ശാസ്ത്രമാണെന്ന് അഭിപ്രായപ്പെട്ടത് കാന്റാണ്. ഓപ്ഷൻ സി, ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് വില്യം ജെയിംസ് ആണ്. ഓപ്ഷൻ ഡി, വ്യവഹാര മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് JB വാട്സൺ ആണ്. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യന് പരീക്ഷ ഹാളിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഓപ്ഷൻ എ തന്നെ വായിച്ചു നോക്കും, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. അപ്പോൾ ആ ക്വസ്റ്റ്യനാണ് ഭയങ്കര ഗതികേടായി വിചാരിച്ച് ഒഴിവാക്കി വെക്കും. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ എല്ലാ ഓപ്ഷനും വായിച്ചു നോക്കണം. ഇതിൽ ഓപ്ഷൻ ഡി നോക്ക്, വ്യവഹാര മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് JB വാട്സൺ. ഇതെല്ലാവർക്കും അറിയുന്ന വളരെ സിമ്പിളായ ക്വസ്റ്റ്യനാണ്. ഇനി ഇതിലുള്ള ഓരോ ഓപ്ഷൻസ് നമുക്കിങ്ങനെ വെറുതെ വായിച്ചു നോക്കാം. ഓപ്ഷൻ എ, സൈക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം വൂണ്ടല്ല, റുഡോൾഫ് ഗോഗേലാണ്. നമ്മൾ പഠിച്ച ഒന്നാമത്തെ ചോദ്യം അതായിരുന്നു, റുഡോൾഫ് ഗോഗേലാണ്. സൈക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് റുഡോൾഫ് ഗോഗേലാണ്. ഓപ്ഷൻ ബി, മനഃശാസ്ത്രം ആത്മാവിൻ്റെ ശാസ്ത്രമെന്ന് അഭിപ്രായപ്പെട്ടത് കാന്റ് അല്ല, അത് അരിസ്റ്റോട്ടിലും പ്ലാറ്റോയാണ്. ഓപ്ഷൻ സി, ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് വില്യം ജെയിംസ് അല്ല, അത് വില്യം വൂണ്ടാണ്. വില്യം വൂണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, ഘടനാവാദത്തിൻ്റെ പിതാവ്. ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചത് വില്യം വൂണ്ട്. മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം വൂണ്ട്. ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും വില്യം വൂണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം വ്യവഹാര മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് JB വാട്സൺ എന്ന പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. അടുത്ത് നോക്കാം, മനഃശാസ്ത്രം വ്യവഹാരത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ശാസ്ത്രമാണെന്ന് അഭിപ്രായപ്പെട്ടതാരാ? അത് നമ്മൾ നേരത്തെ ഒരു ബോക്സിലാക്കി കൃത്യമായി പഠിച്ചു കഴിഞ്ഞു, അത് സ്കിന്നർ. അപ്പോൾ ഈ ഒരു മനഃശാസ്ത്ര നിർവചനങ്ങൾ എന്ന ഈ മേഖലയിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ വന്നതും ഇനി വരാൻ സാധ്യതയുമുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ നിർവചനങ്ങൾ കൃത്യമായി ഈ ചോദ്യം തന്നെ വെച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ മാർക്ക് നേടാൻ സാധിക്കും. അപ്പോൾ താങ്ക് യു.